പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്ക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. 12ാം ക്ലാസ് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന 9ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഡിസ്കഷൻ്റെ 8 ചാപ്റ്ററുകൾ നേരത്തെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. എക്സാം ഓറിയൻറ്റേഷൻ എന്ന നിലയിൽ വളരെ ബ്രീഫായി ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ചാപ്റ്ററിലെ ഓരോ ഫോക്കസ് പോയിൻറ്റും ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും നോട്ട്സുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആവശ്യമാണെങ്കിൽ ചെറിയ നോട്ട്സുകൾ എഴുതിയെടുക്കുക. സമയം കളയേണ്ട ആവശ്യമില്ല. കേൾക്കുക, ബൈഹാർട്ട് ചെയ്യുക, കോൺഫിഡൻസോടുകൂടെ പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ആദ്യം ഇതിൻ്റെ ഫോക്കസ് പോയിൻറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കാണാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഫസ്റ്റ് പോയിൻ്റ്, നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുന്നത് IUPAC നെയിമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ കാണിക്കുന്ന വ്യത്യസ്തമായ ഐസോമറിസംസ്. അടുത്തത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ലാസ്റ്റ് പോയിൻ്റ്, ഇമ്പോർട്ടൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ 4 പോയിൻറ്റ്സുകളാണ് ഫോക്കസ് പോയിൻ്റായി കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ആ പോയിൻറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻറ്റിലേക്ക് വരാം. കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും. സ്ക്രീനിൽ നോക്കുക. ആ റോസ് കളറിലുള്ള ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടില്ലേ? CONH3 6 ടൈംസ് എന്ന് കണ്ടോ? അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെയാണ് നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുക. സ്ക്രീനിലേക്ക് നോക്കുക. ഇനി ഇങ്ങനെ ഒരു കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്ത്, തുടക്കത്തിലാണെങ്കിലും അവസാനത്തിലാണെങ്കിലും പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ പറയും അയോണൈസേഷൻ സ്ഫിയർ എന്നാണ് പറയുക. കാരണം അത് അയോണൈസ് ചെയ്ത് പോകാനുള്ളതാണ്. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് ബോക്സിന് പുറത്തുണ്ടാവുക. റെഡി? അതുകൊണ്ടാണ് Cl3 എന്ന് പറയുന്ന ആ പാർട്ടിനെ അയോണൈസേഷൻ സ്ഫിയർ എന്നും ദാറ്റ് സാറ്റിസ്ഫൈ പ്രൈമറി വാലൻസി ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്നും അവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി കോർഡിനേഷൻ സ്ഫിയറിൽ ആ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണുന്നിടത്ത് റോസ് കളറിൽ കണ്ടില്ലേ? CONH3 6 ടൈംസ് എന്നുള്ളതിൽ അതിൽ ആദ്യം വന്നിരിക്കുന്നത് CO ആണ്. അയാളെ നമ്മൾ പറയും സെൻട്രൽ മെറ്റൽ ആറ്റം. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? കൊബാൾട്ടാണ്. ഓക്കെ അല്ലേ? സെൻട്രൽ മെറ്റൽ ആറ്റം കഴിഞ്ഞാൽ ആ ബോക്സിൽ വരുന്ന ആൾ ലിഗാൻസ് ആയിരിക്കും. എന്താ ലിഗാൻസ്? ഇലക്ട്രോൺ ജോഡിയെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലിഗാൻസ് ആരാണ്? അമോണിയയാണ്, NH3 ആണ്. എത്ര ലിഗാൻസ് ഉണ്ട്? 6 ലിഗാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ ഓഫ് CO ഈസ് 6 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലിഗാൻഡിൻ്റെ എണ്ണമാണ് എന്ന് മിനിമം മനസ്സിലാക്കി വെക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാണ്, കോർഡിനേഷൻ നമ്പർ 6 ആണ്. റെഡി? ഈ കോർഡിനേഷൻ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെക്കൻഡറി വാലൻസിയെയാണ്. അപ്പോൾ ബോക്സിന് പുറത്തുള്ള ലിഗാൻസിൻ്റെ ബോക്സിൻ്റെ അകത്തുള്ള ലിഗാൻസിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ IUPAC നെയിമിലേക്ക് വരാം. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കുക. ദി കാറ്റയോൺ ഈസ് നെയ്മഡ് ഫസ്റ്റ് ഇൻ ബോത്ത് ഫിസിക്കലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് കോർഡിനേഷൻ എൻറ്റിറ്റീസ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഫിസിക്കലി എന്നാണ് കൊടുത്തതെങ്കിൽ പോസിറ്റീവ്ലി എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും കോർഡിനേഷൻ സ്ഫിയറിന് ആദ്യം പേര് കൊടുക്കുമ്പോൾ കാറ്റയോണിനെയാണ് ആദ്യം പേര് കൊടുക്കേണ്ടത്. അവിടെ ഫിസിക്കലി എന്നുള്ളത് പോസിറ്റീവ്ലി എന്ന് വായിക്കാം. ഓക്കെ. രണ്ടാമത്തെ പോയിൻ്റ്,
ദി ലിഗാൻസ് ആർ നെയ്മഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ലിഗാൻസ് ചിലപ്പോൾ ഒന്നല്ല ഉണ്ടാവുക, ഒന്നിലധികം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്ലോറിനും അമോണിയയും ഉണ്ട്. അപ്പോൾ ആരെയാണ് ആദ്യം പറയേണ്ടത്? അമൈൻ, NH3-നെയാണ് ആദ്യം പറയേണ്ടത്. കാരണം അതിൻ്റെ പേര് അമൈൻ എന്നാണ്. അത് ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുമ്പോൾ ഫസ്റ്റ് അയാൾ വരണം. ക്ലോറിൻ എന്ന് പറയുന്ന ആൾ സെക്കൻഡ് പൊസിഷനിൽ വരും. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ലിഗാൻഡിന് പേര് കൊടുക്കേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, ആനയോണിക് ലിഗാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൻ്റെ അവസാനം O എന്ന് ചേർക്കണം. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ എന്ന് ചേർക്കണം. CN- ആണെങ്കിൽ സയനൈഡ് ആണെങ്കിൽ സയനോ എന്ന് കൊടുക്കണം. ഓക്കെ, സൾഫേറ്റ് ആണെങ്കിൽ SO4 ആണെങ്കിൽ സൾഫേറ്റോ എന്ന് കൊടുക്കണം. മിനിമം ഇങ്ങനെ മനസ്സിലാക്കിയേക്കുക, നെഗറ്റീവ് ചാർജുള്ള ലിഗാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് അവസാനിക്കേണ്ടത് O എന്ന പേര് വാക്കുകൊണ്ടാണ്. റെഡി? നെക്സ്റ്റ്, ടു ഇൻഡിക്കേറ്റ് ദി നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലിഗാൻസ്, ലിഗാൻസിൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? പ്രഫിക്സ് ആയിട്ട് മോണോ, ഡൈ, ട്രൈ, ടെട്രാക്കിസ്, പെൻറ്റാക്കിസ് എന്നീ തുടങ്ങിയ ടേംസുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഒന്നിന് മോണോ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിലധികം ഉണ്ടെങ്കിലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഡൈ, ട്രൈ, പെൻറ്റ, ടെട്ര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ 2 ഡൈ എന്ന് കൊടുത്താൽ മതി, 3 ട്രൈ എന്ന് കൊടുത്താൽ മതി. പക്ഷേ 4 മുതൽ ടെട്ര, കണ്ടില്ലേ, ഇങ്ങനെയുള്ള ടേംസ് കൊടുക്കുക. നെക്സ്റ്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. സെൻട്രൽ മെറ്റലായത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ പേരിൻ്റെ ബ്രാക്കറ്റിൽ ഒരു സർക്കുലർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിക്കണം. റോമൻ ലെറ്ററിലാണ് കാണിക്കേണ്ടത്, 1, 2, 3 എന്നൊക്കെ. സാധാരണ നമ്മൾ 1, 2, 3 പോലെയല്ല കൊടുക്കേണ്ടത്. റോമൻ ലെറ്ററിൽ നമ്മൾ ക്ലാസ്സൊക്കെ എഴുതാറില്ലേ, 2 എന്നിടുമ്പോൾ 2 വര വരച്ച് 2 എന്ന് എഴുതും, 3 എഴുതുമ്പോൾ 3 വര വരക്കും. അത് റോമൻ ലെറ്റർ എന്ന് തന്നെ പറയാം. ശരി? അപ്പോൾ അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്ററിൽ സർക്കുലർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കാണിക്കണം. ഇപ്പം ഈ എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നോക്ക്, ഫസ്റ്റത്തെ നോക്കാം. COCl2 EN ടോയ്സ്, ബോക്സിന് പുറത്ത് SO4. ഇപ്പോൾ ഇതിലെ പോസിറ്റീവ് പാർട്ട് ഏതാണ്? ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആളാണ്. എങ്ങനെ മനസ്സിലായി? SO4 എന്ന് പറഞ്ഞത് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. SO4ൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ ബോക്സിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ബോക്സിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. ബോക്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ, അതായത് കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആദ്യം ലിഗാൻഡിൻ്റെ പേര് പറയണം. ആരതിലെ ലിഗാൻഡ്? Cl ആണ് ഒരു ലിഗാൻഡ്. വേറെ ലിഗാൻഡ് EN എന്ന് പറയുന്ന ആളാണ്. എത്തിലിൻ ഡയമിൻ എന്നാണ് അയാളുടെ പേര്, എത്തിലിൻ ഡയമിൻ. അപ്പോൾ എത്തിലിൻ ഡയമിൻ എന്ന് പറയുന്ന ആളും ക്ലോറിൻ എന്ന് പറയുന്ന ആളും ആണ് ലിഗാൻഡായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ലിഗാൻഡിനെ പറയണം. ആദ്യം എത്തിലിൻ ഡയമിന് പറയണോ അല്ലെങ്കിൽ ക്ലോറിൻ പറയണോ? ക്ലോറിനെ പറയണം. ഓക്കെ, കാരണം ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ പറയേണ്ടത്. അപ്പോൾ എന്തായി? 2 ക്ലോറിനുള്ളതുകൊണ്ട് ഡൈക്ലോറോ. പിന്നെ എത്തിലിൻ ഡയമിൻ എന്നാണ് ENൻ്റെ എക്സ്പാൻഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, അതിൻ്റെ പേരിനുള്ളിൽ എത്തിലിൻ ഡയമിൻ എന്ന് പറയുമ്പോൾ ഡൈ എന്ന് പറയുന്ന ടേം അവിടെയുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എങ്ങനെ കൺഫ്യൂഷൻ വരിക? എത്തിലിൻ ഡയമിൻ 2 ഉണ്ട് എന്ന് പറയുന്നത് ഡൈ എത്തിലിൻ ഡയമിൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ഡൈ എത്തിലീൻ 2 എത്തിലീനും ഡൈ അമീൻ 2 അമീനുമാണ് എന്ന് സംശയം വരും. അതുകൊണ്ട് എത്തിലിൻ ഡയമിൻ എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ കൊടുത്ത് അത് 2 ഉണ്ട് എന്ന് കാണിക്കാൻ ബിസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ ലിഗാൻഡിൻ്റെ പേരിൻ്റെ ഉള്ളിൽ ഡൈ, ട്രൈ എന്നീ ടേംസുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ ബിസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ 3 എന്നുള്ളതിനോ ട്രിസ് എന്ന് കൊടുക്കും, 4 എന്നുള്ളതിനോ ടെട്രാക്കിസ് എന്ന് കൊടുക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ എത്തിലിൻ ഡയമിൻ എന്ന് എഴുതുന്നതിൻ്റെ മുന്നേ അത് 2 ഉണ്ടെന്ന് കാണിക്കാൻ ബിസ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഡൈക്ലോറോ, ബിസ്, എത്തിലിൻ ഡയമിൻ, പിന്നെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് കൊടുക്കുക കൊബാൾട്ട്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 ആണ്.
അപ്പോൾ അത്രയും ആകുമ്പോൾ പോസിറ്റീവ് പാർട്ട് തീർന്നു. പിന്നെ ബോക്സിൻ്റെ പുറത്തുള്ള ആൾ സൾഫേറ്റ് ആണ്, അത് നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം സൾഫേറ്റ് എന്നാണ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുമല്ലോ ഇല്ലേ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അവിടെ അമീൻ ആണ് ഉള്ളത്, വേറൊന്ന് ക്ലോറിനുമാണ്. അപ്പോൾ എന്തായി? ആദ്യം അമീനെ പറയാം. ട്രൈ അമീൻ, ട്രൈ ക്ലോറോ, പ്ലാറ്റിനം, ഫോർ ക്ലോറൈഡ്. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും, അവസാനം ബ്രാക്കറ്റിന് പുറത്തുള്ള സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ള ക്ലോറിൻ്റെ പേര് ക്ലോറൈഡ് എന്നല്ലേ കൊടുത്ത്, അവിടെ ക്ലോറോ എന്ന് ചേർത്തിട്ടില്ലല്ലോ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾ നെഗറ്റീവ് ചാർജ് ആയാലും പോസിറ്റീവ് ചാർജ് ആയാലും എന്തായാലും തിരക്കിടില്ല, അതിന് യഥാർത്ഥത്തിൽ കോമൺ ആയി നമ്മൾ കൊടുക്കുന്ന പേര് കൊടുത്താൽ മതി. പക്ഷേ ബോക്സിനുള്ളിൽ ലിഗാൻഡായി വരുമ്പോൾ, ഇപ്പോൾ ക്ലോറിൻ ലിഗാൻഡായിട്ടാണ് വരുന്നതെങ്കിൽ ക്ലോറിൻ്റെ പേരിൻ്റെ ശേഷം ഓ എന്ന് ചേർക്കണം. അപ്പോൾ ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ. സൾഫേറ്റ് ആണെങ്കിൽ സൾഫേറ്റോ. ബോക്സിന് പുറത്ത് സൾഫേറ്റ് വന്നാലും ക്ലോറൈഡ് വന്നാലും ഒക്കെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പേര് കൊടുത്താൽ മതി. സൾഫേറ്റ് ആണെങ്കിൽ സൾഫേറ്റ് എന്ന് കൊടുത്താൽ മതി, ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറൈഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പേരിലേക്ക് പോകാം. വളരെ സിമ്പിളായി ഇനി പറയാനല്ലേ. ഹെക്സാ അമിൻ കൊബാൾട്ട് 3 ക്ലോറൈഡ്. സിമ്പിളല്ലേ? അടുത്തത്, ബോക്സിന് പുറത്തുള്ള ആൾ പൊട്ടാസ്യമാണ്. അപ്പോൾ ഇതിലെ പോസിറ്റീവ് പാർട്ട് ഏതാ? പൊട്ടാസ്യമാണ്. അപ്പോൾ ആദ്യം പോസിറ്റീവിനെ പറയണം. അപ്പോൾ പൊട്ടാസ്യം. പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിന് പുറത്തുള്ള ആളുടെ എണ്ണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവിടെ പൊട്ടാസ്യം 3 ഉണ്ട്. അപ്പോൾ ട്രൈ പൊട്ടാസ്യം എന്ന് പറയണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ അതിൽ മൂന്നാമത്തെ എക്സാമ്പിളിൽ ട്രൈ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ ബോക്സിന് പുറത്തുള്ള അയോണിൻ്റെ സ്പീഷീസിൻ്റെ എണ്ണം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാ പേര് കൊടുത്തു. നാലാമത്തത് പൊട്ടാസ്യം. പിന്നെ ബോക്സിൻ്റെ പേരാണ് ഇനി കൊടുക്കേണ്ടത്. ബോക്സിൻ്റെ പേര് കൊടുക്കുമ്പോൾ ആദ്യം ആരെ പേര് കൊടുക്കണം? ലിഗാൻഡിൻ്റെ പേര് കൊടുക്കണം. ലിഗാൻഡ് ആരാ? ഓക്സലേറ്റ് ആണ്. ഓക്സലേറ്റ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഓക്സലേറ്റോ എന്ന് കൊടുക്കും. എത്ര ഓക്സലേറ്റ് ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ട്രൈ ഓക്സലേറ്റോ. എഫ് എന്ന് പറഞ്ഞാൽ ഫെറം എന്നാണ്. പക്ഷേ ബോക്സിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട്, കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റലാറ്റത്തിൻ്റെ പേര് അവസാനിക്കുമ്പോൾ ATE എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്താ പേര്? പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ ഫെറേറ്റ്. അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. 3 എന്നാണ്. അപ്പോൾ 3 റോമൻ ലെറ്ററിൽ 3 കൊടുത്തുണ്ടോ? ശരി, അടുത്ത സ്ക്രീനിലേക്ക് നോക്കുക. CONH3 6 times Cl3 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ സെൻട്രൽ മെറ്റലാറ്റ് ഏതാണ്? കൊബാൾട്ടാണ്. ലിഗാൻഡ് ആരാണ്? അമോണിയയാണ്. റെഡി അല്ലേ? കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ടോ അതിനാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. അപ്പോൾ അത് 6 ആണ്. അത് തന്നെയാണ് സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലേ. ഇനി കൗണ്ടർ അയോൺ എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. റെഡിയാണോ? ആരാണത്? ക്ലോറൈഡാണ്. 3 ക്ലോറൈഡുകളുണ്ട്. പ്രൈമറി വാലൻസി എത്ര? 3 ആണ്. കാരണം ബോക്സിന് പുറത്തുള്ള അയോണുകളുടെ എണ്ണത്തിനാണ് പ്രൈമറി വാലൻസി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, വാട്ട് ഈസ് ലിഗാൻഡ്? നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, സെൻട്രൽ മെറ്റലാറ്റവുമായി അറ്റാച്ച് ചെയ്യുന്ന അയോണുകളെയോ ന്യൂട്രൽ മോളിക്യൂളുകളെയോ നമുക്ക് ലിഗാൻഡ് എന്ന് പറയാം. പ്രത്യേകത എന്താണ്? ആ ലിഗാൻഡുകൾ ഒരു ജോഡി ഇലക്ട്രോണിനെ സെൻട്രൽ മെറ്റലാറ്റത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെയാണ് ലിഗാൻസ് എന്ന് പറയുക. ഡോണർ ഓഫ് ഇലക്ട്രോൺ പെയർ. ഇങ്ങനെയുള്ള ലിഗാൻസ് പല ടൈപ്പാക്കി തിരിക്കാം. യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയാം. ഒരു ജോഡി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. അതിന് എക്സാമ്പിളാണ് NH3, H2O, CO, CN-, Cl-, OH-, NO3-, എക്സെട്ര. വേറൊന്നാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. 2 ഇലക്ട്രോൺ ജോഡിയെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. എക്സാമ്പിൾ അതവിടെ കൊടുത്തത് എത്തിലീൻ ഡൈഅമീൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. വേറെ എക്സാമ്പിൾ അതവിടെ കൊടുത്തത് ഓക്സലേറ്റ്. 2 ചിത്രം അവിടെ ഉണ്ട്.
വേറൊന്നാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്, അതായത് രണ്ടിലധികം ഇലക്ട്രോൺ ജോഡിയെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ, പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. അതിന് എക്സാമ്പിളാണ് EDTA. വേറൊന്നാണ് കിലേറ്റിംഗ് ലിഗാൻഡ്, അതായത് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ലിഗാൻഡുകൾക്കാണ് കിലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയാം. എക്സാമ്പിൾ EDTA, എത്തിലിൻ ഡയമിൻ, ഓക്സലേറ്റ് എക്സെട്ര. റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ലിഗാൻഡാണ് എന്ത്? കിലേറ്റിംഗ് ലിഗാൻഡ്. വേറെ തരം ലിഗാൻഡ് ഉണ്ട്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. പ്രത്യേകിച്ച് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അത് മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഒരു ജോഡി ഇലക്ട്രോണിനെ അയാൾ ഒന്നിലധികം സൈറ്റിലൂടെ, ഒന്നിലധികം ആറ്റത്തിലൂടെ ഡൊണേറ്റ് ചെയ്യും. എക്സാമ്പിൾ CN- സയനൈഡ്, അത് കാർബണിലൂടെയും ബോണ്ട് കൊടുക്കും, അതുപോലെ നൈട്രജനിലൂടെയും കൊടുക്കും. കണ്ടോ, CN സിയിലൂടെ ബോണ്ട് ഉണ്ടാക്കാം, NC എന്നിലൂടെ ബോണ്ട് ഉണ്ടാക്കാം. വേറൊന്നാണ് NO2. ഇത് ഏതിന് എക്സാമ്പിളാണ്? ആംബിഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിളാണ്. NO2വിലെ എന്നിലൂടെ ബോണ്ട് ഉണ്ടാക്കാം, വേറൊന്ന് ഓയിലൂടെ ബോണ്ട് ഉണ്ടാക്കാം. ഇത്തരം സ്പീഷീസിനെ നമ്മൾ എന്ത് പറയും? ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ഫോക്കസ് പോയിന്റിലേക്ക് നമുക്ക് വരാം. ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഐസോമറിസത്തെക്കുറിച്ച്. വാട്ട് ഈസ് ഐസോമറിസം? ഒരേ മോളിക്കുലാർ ഫോർമുലയും വ്യത്യസ്ത സ്വഭാവങ്ങളുമുള്ള പദാർത്ഥങ്ങൾക്കാണ് എന്ത് പറയുക? ഐസോമറിസം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കോർഡിനേഷൻ കോമ്പൗണ്ട് പ്രധാനമായി രണ്ട് തരം ഐസോമറിസം കാണിക്കുന്നുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം, മറ്റൊന്നാണ് സ്റ്റീരിയോ ഐസോമറിസം. സ്ക്രീനിൽ നോക്കുക. എന്താണ് സ്ട്രക്ചറൽ ഐസോമറിസം? ഒരേ മോളിക്കുലാർ ഫോർമുലയായിരിക്കും, ബട്ട് ഡിഫറൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്. ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും, സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ഏതാ? സ്റ്റീരിയോ ഐസോമറിസം. ഒരേ മോളിക്കുലാർ ഫോർമുലയായിരിക്കും, ബട്ട് ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ക്രമീകരണത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ രണ്ട് കൈകളൊന്നിങ്ങനെ നോക്കുക. കൈകൾ കണ്ടോ? ഇടത്തെ കൈയും വലത്തെ കൈയും നോക്കുക. അതിൻ്റെ തള്ള വിരൽ ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് നോക്കൂ. രണ്ടിലേക്കും നിങ്ങളിങ്ങനെ നോക്കുക, കണ്ണുകൾ നോക്കുക, മലത്തി പിടിക്കുക. മലത്തി പിടിച്ചതിന് ശേഷം ആ രണ്ട് കൈയിലേക്ക് നോക്കുമ്പോൾ ഇടത്തെ കൈയിൻ്റെ തള്ള വിരൽ എങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത്? ഇടത്തോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. വലത്തെ കൈയിൻ്റെ തള്ള വിരൽ വലത്തോട്ടും തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അറേഞ്ച്മെൻറ്റ്, ക്രമീകരണത്തിൽ മാറ്റമുണ്ട്. ഘടനയിൽ മാറ്റമില്ല, അതിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് മാറ്റം. ഈ ഐസോമറിസത്തെ നമ്മൾ പറയും സ്റ്റീരിയോ ഐസോമറിസം. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിക്കാം. നോക്കൂ, ഫസ്റ്റ് സ്ട്രക്ചറൽ ഐസോമറിസം. ഘടനയിൽ വ്യത്യാസമുള്ള ഐസോമറിസം പ്രധാനമായി 4 തരമുണ്ട്. അതിലൊന്നാണ് അയോണൈസേഷൻ ഐസോമറിസം. മക്കളെ, വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. അയോണൈസേഷനിൽ വ്യത്യാസമുണ്ടാകും. നോക്കൂ, അവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അയോണൈസേഷൻ ഐസോമറിസത്തിൽ. ആ എക്സാമ്പിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, CONH3 5 times Br സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് SO4. അതേപോലെ അടുത്ത ആളെ കണ്ടവിടെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് തുടങ്ങുന്നത്. CONH3 5 times SO4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് Br. എന്താ രണ്ടാളും തമ്മിൽ ഒന്ന് ഇങ്ങനെയാണ് മാറി മാറി നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നിൽ അയോണൈസ് ചെയ്യുന്ന ആൾ SO4 ആണ്, വേറൊന്നിൽ അയോണൈസ് ചെയ്യുന്ന ആൾ Br ആണ്. അപ്പോൾ ഈ 2 കോമ്പൗണ്ടിലും അയോണൈസേഷനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിനെ അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയും. വളരെ എളുപ്പമല്ലേ? ഒന്നാമത്തെ ബോക്സിൻ്റെ ഉള്ളിൽ Br ആണെങ്കിൽ രണ്ടാമത്തേൽ ബോക്സിൻ്റെ ഉള്ളിൽ സൾഫേറ്റ് ആണ്. ഈ ഒരു മാറ്റമുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. നേരിട്ട് അയോണൈസേഷൻ ഐസോമറിസം എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കാണിക്കുന്ന സ്ട്രക്ചറൽ ഐസോമറിസത്തിന് ഒരു എക്സാമ്പിൾ എഴുതുക എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ 2 കോമ്പൗണ്ട് തന്നിട്ട്, അതായത്
NH3 5 ടൈംസ് Br ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് SO4 എന്നും ആൻഡ് CONH3 5 ടൈംസ് SO4 Br എന്നും തന്നിട്ട് പറയും ഇവർ രണ്ടാളും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും അയണൈസേഷൻ ഐസോമറിസം എന്ന നിലയിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ. രണ്ടാമത്തെ ഐസോമറിസത്തിലേക്ക് വരാം. ഹൈഡ്രേറ്റ് ഐസോമറിസം. ഡിഫർ ഇൻ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിൻ്റെ അകത്തും പുറത്തുമുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ നമ്പറിൽ വ്യത്യാസം വരിക. ആ എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്ക്. CrH2O 6 ടൈംസ് Cl3. ആ H2O 6 ടൈംസ് അതിൻ്റെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വേണേ. അത് സ്ക്രീനിലില്ല, അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ടിൽ എഴുതുകയാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ നോക്കൂ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു Cl അകത്ത് കയറിയിട്ടുണ്ട്. ആ സമയത്ത് അകത്തുണ്ടായിരുന്ന ഒരു H2O പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേതിൽ അകത്ത് 6 ഉണ്ടായിരുന്നു, പുറത്ത് ആരുമില്ല. എന്നാൽ രണ്ടാമത്തേതിൽ അകത്ത് H2O 5 ഉള്ളൂ, പുറത്തൊരു H2O ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഐസോമറിസത്തിലേക്ക് നമുക്ക് വരാം. ലിങ്കേജ് ഐസോമറിസം. എങ്ങനെയാണ് ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു, CN സയനൈഡ് എന്ന്. നോക്കൂ, ഇതിൽ എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. CONH3 ത്രൈസ് CN ത്രൈസ്. ഇതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. CONH3 ത്രൈസ് NC. എന്താ CN ആണ് ആദ്യത്തേൽ, മറ്റേതിൽ NC ആണ്. എന്താ മാറ്റം? ആദ്യത്തെ കോമ്പൗണ്ടിൽ സിയിലൂടെയാണ് ബോണ്ട് ഉണ്ടാക്കിയത്, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ എന്നിലൂടെയാണ് ബോണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ബോണ്ട് ഉണ്ടാക്കിയ ആ ലിങ്കേജിൽ വ്യത്യാസമുണ്ട്. ലിങ്കേജിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഇതിൻ്റെ പേര് ലിങ്കേജ് ഐസോമറിസം. അപ്പോൾ ലിങ്കേജിൽ ഡിഫറൻസ് വരുന്ന ലിഗാൻഡിൻ്റെ പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഏത് ഐസോമറിസം ഉണ്ടാവുക? ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവുക. ബൈ ഹാർട്ട് ചെയ്യുക. അടുത്ത് ഫോർത്ത്, കോർഡിനേഷൻ ഐസോമറിസം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, കോർഡിനേഷൻ ഐസോമറിസത്തിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 കോർഡിനേഷൻ സ്ഫിയർ ഉണ്ടാവും. അപ്പോൾ കോർഡിനേഷൻ സ്ഫിയറിൽ വ്യത്യാസം വന്നുകൊണ്ടാണ് കോർഡിനേഷൻ ഐസോമറിസം ഉണ്ടാവുക. ഓക്കെ. എക്സാമ്പിൾ നോക്ക്. CuNH3 4 ടൈംസ് PtCl4. അടുത്ത് നോക്കൂ. PtNH3 4 ടൈംസ് CuCl4. എന്താ മാറിയത്? ലിഗാൻഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുന്നു. അതിൻ്റെ ഫലമായി കോർഡിനേഷൻ സ്ഫിയർ മാറുന്നു. കോർഡിനേഷൻ സ്ഫിയർ മാറുമ്പോൾ അതിനെ കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയും. ഓക്കെ. അയണൈസേഷനിൽ വ്യത്യാസം വരുമ്പോൾ അയണൈസേഷൻ ഐസോമറിസം. വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോൾ ഹൈഡ്രേറ്റ് ഐസോമറിസം. ലിങ്കേജിൽ ഡിഫറൻസ് വരുമ്പോൾ ലിങ്കേജ് ഐസോമറിസം. കോർഡിനേഷൻ സ്ഫിയറിൽ വ്യത്യാസം വരുമ്പോൾ അതിനെ കോർഡിനേഷൻ ഐസോമറിസം. ഈ 4 സ്ട്രക്ചറൽ ഐസോമറിസം ആയിട്ട് ഉള്ളത്. അടുത്തതിലേക്ക് വരാം നമുക്ക്. സ്റ്റീരിയോ ഐസോമറിസം. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് സ്റ്റീരിയോ ഐസോമറിസം വരിക. സ്റ്റീരിയോ ഐസോമറിസം 2 ആക്കി തിരിക്കാം. ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം, 2 ഒപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസത്തിനെ വേറൊരു പേരിൽ അറിയപ്പെടും സിസ് ട്രാൻസ് ഐസോമറിസം. സ്ക്രീനിലേക്ക് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താണ് സിസ് ട്രാൻസ് ഐസോമറിസം അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം? നിങ്ങൾ അവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. PtNH3 ടോയ്സ് Cl2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ 2 ചിത്രങ്ങളാണ് അവിടെ കൊടുത്തത്. അതിൽ ആദ്യത്തെ ചിത്രത്തിൽ 2 NH3കൾ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ രണ്ടാമത്തേലോ NH3 ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ Cl ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരേ തരത്തിലുള്ള ലിഗാൻഡ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അതിനാണ് സിസ് ഐസോമർ എന്ന് പറയാം. രണ്ടാമത്തേൽ ഒരേപോലത്തെ ലിഗാൻഡ് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് അതിനെ ട്രാൻസ് ഐസോമർ എന്നും പറയും. ഓക്കെ. അപ്പോൾ സിസ്സും ട്രാൻസും മനസ്സിലായില്ലേ? ഇങ്ങനെ സിസ്സിലെയും ട്രാൻസിലെയും ലിഗാൻഡിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വന്നപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയാം. ഇതൊരു സ്റ്റീരിയോ ഐസോമറിസമാണ്. ഓക്കെ.
വേറൊരു എക്സാമ്പിൾ നോക്കൂ, ജിയോമെട്രിക്കൽ ഐസോമറിസത്തിന് അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഐസോമറിസത്തിന്. ആ രണ്ട് കോമ്പൗണ്ട് നോക്കുക. ഒക്ടാഹെഡ്രൽ സ്ട്രക്ചറിലാണ് രണ്ട് കോമ്പൗണ്ട് നിൽക്കുന്നത്. പക്ഷേ ഒന്നാമത്തതിൽ CL അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്, രണ്ടാമത്തതിൽ CL മോളിക്യൂള് ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്, ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും. അപ്പോൾ അത് ട്രാൻസ്, അടുത്തടുത്ത് നിൽക്കുന്നത് സിസ്. അപ്പോൾ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറുമായി. ഓക്കെ അല്ലേ? അടുത്തതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. സ്ക്രീനിലേക്ക് നോക്കുക. കോമ്പൗണ്ട് ഡിഫർ ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ വ്യത്യാസമുള്ള കോമ്പൗണ്ടിനെയാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയാം. അതായത് കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു കോമ്പൗണ്ടിലൂടെ കടത്തിവിടുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒന്നുകിൽ ലെഫ്റ്റിക്ക് തിരിയും അല്ലെങ്കിൽ റൈറ്റിക്ക് തിരിയും. റൈറ്റിക്ക് തിരിയുന്നതിനെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും, ലെഫ്റ്റിക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ അത്തരം കോമ്പൗണ്ടിനെ ലീവോ റൊട്ടേറ്ററി ഐസോമർ എന്നും പറയും. ഒരു ചിത്രം അവിടെ കൊടുത്തു കണ്ടോ? COEN ത്രൈസ് 3+ എന്നാണ്. അതിലെ CO കൊബാൾട്ടാണേ. C വലുതും O ചെറുതുമാണ്. പക്ഷേ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. O ക്യാപിറ്റലായിട്ടാണ് കൊടുത്ത്. കാർബൺ മോണോക്സൈഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, കൊബാൾട്ടാണത്, CO. അപ്പോൾ കൊബാൾട്ടാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതുമായി എത്തിലീൻ ഡയമീൻ 3 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ചിത്രവും അതിൽ രണ്ടാമത്തെ ചിത്രവും തമ്മിൽ വ്യത്യാസം എന്താ? ഈ ആദ്യത്തെ ചിത്രത്തിൻ്റെ മിറർ ഇമേജാണ് രണ്ടാമത്തത്. ഒന്ന് ഇടത്തോട്ടും മറ്റത് വലത്തോട്ടുമാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. റെഡി? അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ പഠിച്ചില്ലേ? ക്ലിയർ? അടുത്ത നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരാം. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അപ്ലിക്കേഷനാണ്. ഇപ്പോൾ ക്ലോറോഫിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്, മെഗ്നീഷ്യത്തിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഹീമോഗ്ലോബിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്ലഡിൽ ഉള്ള ആ ഹീമോഗ്ലോബിൻ അയേണിൻ്റെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. വൈറ്റമിൻ B12 എന്ന് നിങ്ങൾ കേട്ടില്ലേ? B കോംപ്ലക്സ് എന്നൊക്കെ കേട്ടില്ലേ? അതിൽ പെട്ടതാണ് B12, വിറ്റാമിൻ B12. അത് കൊബാൾട്ടിൻ്റെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. റെഡി? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിലേറ്റിംഗ് ലിഗാൻഡ് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും പോയ്സൺസ് കയറിയാൽ ആ പോയ്സൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കിലേറ്റിംഗ് ലിഗാൻഡ് കൊടുക്കും. റെഡി? അടുത്തത് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് PT, മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ്. സ്ക്രീനിലേക്ക് നോക്കുക. PtCl2NH3 ടോയ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ സിസ് ഫോം ശരീരത്തിനകത്തുള്ള ട്യൂമറുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കും. അതുകൊണ്ട് സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ടു ഇൻഹിബിറ്റ് ദി ഗ്രോത്ത് ഓഫ് ട്യൂമേഴ്സ്. അപ്പോൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യും എന്നർത്ഥം. മറ്റ് 1-2 കാര്യങ്ങൾ നോക്കൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയ്സണിങ്ങിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലെഡ് പോയ്സണിങ്, ശരീരത്തിനകത്ത് ലെഡ് കയറി, എന്തെങ്കിലും ഭാഗമായിട്ട് ലെഡിൻ്റെ അംശം ശരീരത്തിൽ വന്നാൽ അത് പോയ്സണിങ് ആണ്. അങ്ങനെ ലെഡ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? EDTA എന്ന് പറയുന്ന കിലേറ്റിംഗ് ലിഗാൻഡ് ആഡ് ചെയ്യും, കുടിച്ചു കഴിഞ്ഞാൽ EDTA ലെഡുമായി റിയാക്ട് ചെയ്തൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാവും. അതുണ്ടാകുന്നതോടുകൂടെ വൊമിറ്റഡ് ഔട്ട്, നമുക്ക് എന്ത് ചെയ്യും? അത് ഛർദ്ദിച്ചിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ പോയ്സണിങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞു സിസ്പ്ലാറ്റിൻ യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. ക്ലോറോഫില്ലു, ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ 12 ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, പ്രിയപ്പെട്ട മക്കളെ, കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. റിലാക്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാനും വിശദീകരിക്കാനും പറ്റിയിട്ടില്ല. എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോൺ മുഖേനയോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നമുക്കിതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്ക്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. 2 കോമ്പൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ IUPAC നെയിം പറയുക. ആദ്യത്തെ കോമ്പൗണ്ടിൽ കോർഡിനേഷൻ സ്ഫിയർ മാത്രമേ ഉള്ളൂ. അടുത്ത കോമ്പൗണ്ടിൽ കോർഡിനേഷൻ സ്ഫിയറിന് മുന്നേ പൊട്ടാസ്യം ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി പേര് കൊടുത്തൂടെ? ടെട്രാ കാർബണിൽ നിക്കൽ 0. നിക്കലിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് അവിടെ 0 ആയതുകൊണ്ടാണ് 0 എന്ന് കൊടുത്തത്. മറ്റേത് പൊട്ടാസ്യം ഹെക്സാ സയനോ ഫെറൈറ്റ്
ആ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേരിന് ശേഷം ATE എന്ന് ചേർക്കണം. അത് കൊടുത്തു. അപ്പോൾ അതാണ് ഫെറൈറ്റ് എന്ന് പറഞ്ഞത്. അയാൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. അടുത്ത് ഡ്രോ ദി ജോമെട്രിക്കൽ ഐസോമർ ഓഫ് PtCl2En twice 2+. വിച്ച് എമംഗ് ദി ഐസോമർ ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്? സിസ് ഐസോമർ ആണ് ഇതിൽ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആവുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിസ് ഐസോമർ മോളിക്യൂളിൻ്റെ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. അടുത്തത് ഐഡൻറ്റിഫൈ ദി കോർഡിനേഷൻ കോമ്പൗണ്ട് വിച്ച് ക്യാൻ എക്സിബിറ്റ് ദി ലിങ്കേജ് ഐസോമറിസം. താഴെ തന്നിരിക്കുന്ന ലിങ്കേജ് ഐസോമറിസം കാണിക്കാൻ സാധ്യതയുള്ള ആളാരാണ്? ആരാ? അതിലെ C ആണ് ഉത്തരം. കാരണം എന്താ? സിയിൽ NO2 ഉണ്ട്. NO2 എന്ന് പറയുന്നത് ഒരു ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ്. ഓക്കെ. അടുത്ത് റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. അതിൽ A ടെട്രാ കാർബണിൽ നിക്കൽ 0. അതിൽ B പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ ഫെറൈറ്റ് 3 എന്ന് കൊടുത്താൽ മതി. ശരി. അടുത്ത് ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ജോമെട്രിക്കൽ ഐസോമർ ഓഫ്. അതിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക. ഇതേപോലത്തെ ഒരു ടൈപ്പ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊടുക്കുക. അതിൽ Clന് പകരം CN എന്ന് കൊടുത്താൽ മതി എന്ന് മാത്രം. വേറെ മാറ്റമുണ്ടോ? അവിടെയുള്ള സെൻട്രൽ മെറ്റലാറ്റും ഇവിടെയുള്ള സെൻട്രൽ മെറ്റലാറ്റും മാറ്റമുണ്ട്. ഇവിടെയുള്ള സെൻട്രൽ മെറ്റലാറ്റ് Fe ആണ്. അത് വെച്ചിട്ടാണ് കൊടുക്കുക. വരച്ചു നോക്കുക. ഞാനിങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കാണണം. ആ ഇമാജിനേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് CONH3 5 times SO4Cl. CONH3 5 times ClSO4 are coordination compounds. Okay. Identify the isomerism shown by the above compound. ഈ രണ്ട് കോമ്പൗണ്ടും കാണിക്കുന്ന ഐസോമറിസം ഏതാണ്? അയോണൈസേഷൻ ഐസോമറിസം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യത്തിൻ്റെ പാറ്റേൺ മനസ്സിലായില്ലേ? അതന്നെ, അത് ആവർത്തിക്കും, ഇനിയും വരും. അടുത്ത് IUPAC നെയിം ഓഫ് ദി എബവ് കോമ്പൗണ്ട്. എന്താണ് മുകളിലെ കോമ്പൗണ്ടിൻ്റെ പേര്? ഞാൻ ആദ്യത്തിൻ്റെ പറയാം. എന്താ? പെൻഡാമിൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. അടുത്തത് പെൻഡാമിൻ ക്ലോറിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കേൾക്കുക. ഒന്ന് ബാക്കോട്ട് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക. ശരി. അടുത്ത് റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി എബവ് കോമ്പൗണ്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് CrNH3 5 times CO3 കാർബണേറ്റ് ആണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് Cl ഈസ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി എബവ് കോമ്പൗണ്ട്. പറയില്ലേ? പെൻഡാമിൻ കാർബണേറ്റോ ക്രോമിയം 3 ക്ലോറൈഡ്. വാട്ട് ഈസ് ദി അയോണൈസേഷൻ ഐസോമർ ഓഫ് ദി എബവ് മെൻഷൻ കോർഡിനേഷൻ കോമ്പൗണ്ട്? എന്ത് ചെയ്താൽ മതി? Cl അകത്തേക്ക് കൊടുക്കുക, CO3 പുറത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദി അയോണൈസേഷൻ ഐസോമർ. റെഡി? നല്ല ക്വസ്റ്റ്യനാണ് മക്കളേത്, നന്നായി ശ്രദ്ധിക്കാം. അടുത്തത് കൺസിഡർ ദി കോർഡിനേഷൻ കോമ്പൗണ്ട്. കണ്ടോ? CONH3 5 times SO4 Br. Write the IUPAC name of the coordination compound and the name of the isomerism shown by it. ഈ കോമ്പൗണ്ട് കാണിക്കുന്ന ഐസോമറിസം ഏതാണ്? അയണൈസേഷൻ ഐസോമറിസം കാണിക്കും. പിന്നെ ഇതിൻ്റെ IUPAC നെയിം എന്താണ്? പെൻഡാമിൻ സൾഫേറ്റോ കൊബാൾട്ട് 3 ബ്രോമൈഡ്. അടുത്ത് വിച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ? സിസ് പ്ലാറ്റിൻ ആണ്. എന്താണ് അതിൻ്റെ ഫോർമുല? സ്ക്വയർ ബ്രാക്കറ്റിൽ PtCl2NH3 ടോയ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് IUPAC നെയിം? അതവിടെ ക്വസ്റ്റ്യൻ അവിടെ അല്ല, ഞാൻ ചോദിക്കാം. ഡയമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജോമെട്രിക്കൽ ഐസോമറിസത്തിന് ഞാൻ നേരത്തെ പഠിപ്പിച്ച എക്സാമ്പിളുകൾ ഒന്നും കൂടെ വരച്ച് പഠിക്കുക, സിസും ട്രാൻസും. അതുപോലെ സ്ട്രക്ചറൽ ഐസോമറിസം 4 എണ്ണം ഉണ്ട്, അത് 4 ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ഫോർമുല സഹിതം എക്സാമ്പിൾ പഠിച്ചു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
അതുകൊണ്ട് ഈ 4 പോയിൻറ്റും കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക. പ്രിയപ്പെട്ട മക്കളെ, വളരെ അടുത്തു 2-3-4 ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. എന്ത് കഴിഞ്ഞിട്ട്? മോഡൽ എക്സാം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് വളരെ നന്നായി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി വരച്ച് പഠിക്കണം. കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് വരച്ച് എഴുതി മനസ്സിലാക്കി വെക്കുക. IUPAC നെയിം കൊടുക്കുന്നത് പഠിക്കാം. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഉപകാരപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ. നല്ല കമൻറ്റുകൾ യൂട്യൂബിലും വാട്സപ്പിലുമൊക്കെ വന്ന് നൽകുന്നതിൽ ഏറെ സന്തോഷം. ഫീഡ്ബാക്കുകൾക്ക് സന്തോഷം. ചിലരൊക്കെ നോട്ട്സും മറ്റ് കാര്യങ്ങളും സംശയങ്ങളും ഒക്കെയായി വാട്സപ്പിൽ വരുന്നു. തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. 2 ആഴ്ചയായിട്ട് ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നേരിട്ട പ്രയാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ ചില തിരക്കുകളുണ്ടായിരുന്നു. നിങ്ങൾ ക്ഷമിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.